അസ്സലാമു അലൈക്കും. ഈ 8 വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും ഇസ്ലാമിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതിലൊന്നാമത് ദ്രോഹിക്കുന്നവരെ സഹായിക്കാൻ പാടില്ല. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള ആൾക്കാരെ സഹായിക്കാനേ പാടില്ല. അത് ഫാമിലി ആയാൽ പോലും അതോ ഫ്രണ്ട്സ് ആയാൽ പോലും നമ്മൾ ഓലെ ഒരിക്കലും സഹായിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. രണ്ടാമത് പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഓൾക്ക് ഒരു തരത്തിലുള്ള സഹായം നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. അതായത് ഫിനാൻഷ്യൽ സപ്പോർട്ടായാലും അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ടായാലും നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. മൂന്നാമത് അഴിമതി നേതാവ്, അതായത് ഭരണാധികാരി വിശ്വാസവഞ്ചന ചെയ്യുന്നതും അതുപോലെ ആൾക്കാരെ ചതിക്കുന്നതും പിന്നെ ഓരോ പവർ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കുക. നാലാമത് അനാചാരങ്ങൾ പ്രചരിക്കുന്നവർ, അത് ഓൺലൈൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നേരിട്ടായിക്കോട്ടെ. ഉദാഹരണത്തിന് ഈ സ്കാം അല്ലെങ്കിൽ പണം തട്ടിപ്പ് അങ്ങനെയൊക്കെ നടത്തുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും സഹായിക്കാൻ പാടില്ല. അഞ്ചാമത് കളവ് പറയുന്നവർ അല്ലെങ്കിൽ ഈ മോഷണം ചെയ്യുന്നവർ അല്ലെങ്കിൽ എപ്പോഴും വിശ്വാസവഞ്ചന ചെയ്യുന്ന തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ആറാമത് ഒരാളുടെ നിസ്കാരം ഒഴിവാക്കുന്ന തരത്തിലുള്ള സഹായം. ഉദാഹരണത്തിന് നിങ്ങളൊരു ഫ്രണ്ടിനെ ഫുഡ് വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ ചെലവ് കൊടുക്കാനായിട്ട് മഗ്‌രിബിന് തൊട്ട് മുമ്പ് കൊണ്ടുപോയി, അങ്ങനെ ഇശാ ബാങ്ക് കൊടുത്താൽ ഓരോ മഗ്‌രിബ് നിസ്കാരം അവിടെ നഷ്ടപ്പെടുകയാണ്. അതിന് കാരണക്കാരായത് നമ്മളും. അപ്പോൾ നമ്മൾ കാരണം ഓരോ മഗ്‌രിബ് നിസ്കാരം അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള സഹായം ഒന്നും വേറെ ആൾക്ക് ചെയ്യാണ്ടിരിക്കുക. കാരണം നമ്മൾ കാരണം ഒരു പടച്ചോനിൽ നിന്ന് അകലുവാണ്. 7 മതത്തെ കളിയാക്കല്, മതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തെ പറ്റിയൊക്കെ തമാശിക്കുക, ഇങ്ങനത്തെ ആൾക്കാരിൽ നിന്നൊന്നും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. 8 ഖുർആനും സുന്നത്തും വിട്ട് മറ്റെന്തെങ്കിലും വഴി കാണിക്കുന്നവർ, ഓരെ പിന്തുണയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ നാശത്തിലേക്കാണ് നമ്മളെ പോക്കുണ്ടാവുക. അതായത് ഖുർആനിൽ നിന്നും അതുപോലെ സുന്നത്ത് ചെയ്യുന്നതിൽ നമ്മളെ വിട്ടു നിൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഈ 8 കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് ശ്രമിക്കുക. അസ്സലാമു അലൈക്കും.